നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരാണ് പ്രൊഡക്ഷൻ പ്രോസസ് അഥവാ ഉൽപാദന പ്രക്രിയയിലൂടെ. യു മേ റിമെമ്പർ ദാറ്റ് ഇൻ ancient times our ancestors lived in caves, gathered fruits and hunted animals. Can we imagine such a life today? നമുക്കറിയാം, പണ്ട് കാലത്ത് നമ്മുടെ പൂർവികന്മാർ ജീവിച്ചിരുന്നത് ഗുഹകളിലും പിന്നെ പഴങ്ങൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടിയുമാണ്. ഇക്കാലത്ത് നമുക്ക് അതുപോലൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. പഴയതുപോലെ ഗുഹകളിൽ ജീവിച്ച് മൃഗങ്ങളെ വേട്ടയാടി ജീവിക്കുവാൻ ഇക്കാലത്ത് നമുക്കൊന്നും സാധിക്കുകയില്ല. കാരണം നമ്മൾ ആധുനിക ജീവിതത്തോട് അത്രയധികം പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. Now we produce goods ranging from paper pins to artificial satellite. List the name of the goods you frequently use in a day. Here are 4 points. First one, pen. Second one, book. Third one, pencil. Fourth one, eraser. പേപ്പർ പിന്നുകൾ മുതൽ കൃത്രിമ ഉപകരണങ്ങൾ വരെയുള്ള ഉപകരണങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നു. ഒരു ദിവസം നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന കുറച്ച് വസ്തുക്കളുടെ പേര് എഴുതുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള 2 വസ്തുക്കളുടെ പേരാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയത്. നെക്സ്റ്റ്, what is meant by goods? Those things which are visible and tangible and can satisfy human wants are regarded as goods. See whether the products you listed above have these features. ഇവിടെ ഗുഡ്സ് എന്നതിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഗുഡ്സ് എന്നാൽ സാധനങ്ങൾ. ഫസ്റ്റിൽ അതിൻ്റെ മീനിങ് നോക്കാം. Those things which are visible and tangible and can satisfy human wants are regarded as goods. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഗുഡ്സ് എന്നിവിടെ പറയുന്നത്. തിങ്സ് വിച്ച് ക്യാൻ സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. അതുമാത്രമല്ല, കാണാനും സ്പർശിക്കാനും കഴിയുന്ന വസ്തുക്കളാണ് ഗുഡ്സ്. തിങ്സ് വിച്ച് ആർ വിസിബിൾ ആൻഡ് ടാങ്കിബിൾ. നിങ്ങൾ മുകളിൽ എഴുതിയ എല്ലാ സാധനങ്ങൾക്കും ഈ സവിശേഷതകൾ ഉണ്ടോ എന്ന് നോക്കുക. തീർച്ചയായും ഉണ്ട്. പേനയാണെങ്കിൽ നമുക്ക് കൈ പിടിക്കാൻ സാധിക്കും. അതുതന്നെയല്ല, നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്, അതായത് നമ്മുടെ ആവശ്യങ്ങൾ. പേന കൊണ്ട് എന്താ ഉപയോഗം? എഴുതുക, വരയ്ക്കുക, അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് സാധിക്കും. അതുപോലെ എറേസർ, പെൻസില്, സ്കെയില്, അങ്ങനെയൊക്കെ ഓരോന്നിനും പല ഉപയോഗങ്ങളുണ്ട്. അവയൊക്കെ നമുക്ക് കാണാനും സാധിക്കും, സ്പർശിക്കാനും സാധിക്കും. സോ ഈ വസ്തുക്കളെയും നമുക്ക് ഗുഡ്സ് എന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. We use the service of a large number of people for the production and distribution of the goods you listed. What is meant by service? Let's see an example. The books you use might have been printed in a distant press. This book reaches you as the result of the involvement of many people. Who could they be? സാധനങ്ങൾ വിതരണം ചെയ്യാനും ഉൽപ്പാദിപ്പിക്കാനും വേണ്ടി ധാരാളം ആളുകളുടെ സേവനങ്ങൾ ഉപയോഗിക്കാറുണ്ടല്ലോ. എന്താണ് സേവനം? ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ 4 ഗുഡ്സിൻ്റെ പേര് അവിടെ ലിസ്റ്റ് ചെയ്തായിരുന്നു. ഈ ഗുഡ്സൊക്കെ വിതരണം ചെയ്യാനും ഉൽപ്പാദിപ്പിക്കുവാനും വേണ്ടി ഒരുപാട് ആളുകളുടെ സർവീസ് നമുക്ക് വേണ്ടി വരും. ഉൽപ്പന്നത്തിൻ്റെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും വേണ്ടി ഒരുപാട് ആളുകളുടെ സേവനം നമുക്ക് ആവശ്യമായി വരുമെന്ന് നമ്മൾ പറഞ്ഞു. സേവനം എന്ന് പറഞ്ഞാൽ സർവീസ്. വാട്ട് ഈസ് മെൻ ബൈ സർവീസ്? ഇപ്പം സർവീസ് എന്താണെന്നുള്ളതിന് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളായിട്ട് ഇവിടെ നോട്ട്ബുക്കാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നോട്ട്ബുക്സ് ഉപയോഗിക്കാറുണ്ട്. ആസ് എ സ്റ്റുഡൻറ്റ് വി ഓൾ യൂസ് നോട്ട്ബുക്സ്. നമ്മൾ ഉപയോഗിക്കുന്ന നോട്ട്ബുക്സൊക്കെ അച്ചടിക്കുന്നത് ഏതെങ്കിലും ദൂരെയുള്ള ഒരു പ്രസ്സിലായിരിക്കും. അത് നമ്മുടെ കൈവശം എത്തുന്നത് ഒരുപാട് ആളുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ്. ഹു കുഡ് ദേ ബി? ഈ പ്രക്രിയയിൽ എന്തെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കാം. ലേബറേഴ്സ്, ട്രാൻസ്പോർട്ടേഴ്സ്, ബുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഈ 3 പോയിൻറ്റ്സാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കി 4ാമത്തെ ഒരു പോയിൻ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. എനിക്ക് തോന്നുന്നു 4ാമത്തെ പോയിൻ്റ് ഷോപ്പ് ഓണർ ആയിരിക്കുമെന്ന്. ബുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ബുക്ക് ഓരോ കടക്കാരെ ഏൽപ്പിക്കും. അവർ നമുക്ക് ഓരോ ബുക്സായിട്ടൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് തരും. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് 4ാമത്തെ പോയിൻ്റ് ഷോപ്പ് ഓണേഴ്സ് ആയിരിക്കുമെന്ന്. All these people provide service. Service are invisible and intangible but can be experienced. നമ്മൾ ഈ പറഞ്ഞ 4 പോയിൻറ്റ്സിലെയും ആൾക്കാർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതായത് സേവനം നമുക്ക് തരുന്നുണ്ട്. പിന്നെ അടുത്ത ലൈനിൽ പറയുന്നത് സർവീസിൻ്റെ ഗുണങ്ങളാണ്. സർവീസ് ആർ
ഇൻവിസിബിൾ. സർവീസ് നമുക്ക് കാണാൻ പറ്റില്ല, ഗുഡ്സിനെ പോലെ സർവീസ് നമുക്ക് കാണാൻ പറ്റില്ല. ഗുഡ്സ് വിസിബിൾ ആണ്, പക്ഷേ സർവീസ് ആർ ഇൻവിസിബിൾ. പിന്നെ ഇൻടാങ്കിബിൾ. ഗുഡ്സ് ടാങ്കിബിൾ ആണ്. ഇൻടാങ്കിബിൾ മീൻസ് നമുക്ക് സ്പർശിച്ച് അറിയാൻ സാധിക്കുകയില്ല, പക്ഷേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സേവനം കാണാനും സാധിക്കില്ല, സ്പർശിക്കാനും സാധിക്കില്ല, പക്ഷേ അനുഭവിക്കാൻ സാധിക്കും. ടീച്ചിങ് ഈസ് സച്ച് എ സർവീസ്. വി ഓൾ റിസീവ് സർവീസസ് ഫ്രം ഡോക്ടേഴ്സ്, ബാങ്ക് ഓഫീസേഴ്സ് എക്സെട്ര. അധ്യാപനം ഒരു സേവനമാണ്. ടീച്ചിങ് ഈസ് സച്ച് എ സർവീസ്. നമുക്ക് ഡോക്ടർമാരിൽ നിന്നും ബാങ്ക് ഓഫീസർമാരിൽ നിന്നുമൊക്കെ സേവനം ലഭിക്കുന്നുണ്ട്. വി ഓൾസോ റിസീവ് സർവീസസ് ഫ്രം ഡോക്ടേഴ്സ്, ബാങ്ക് ഓഫീസേഴ്സ് എക്സെട്ര. നമുക്കെന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ അത് ചികിത്സിച്ച് ഭേദമാക്കുന്നതാണ് ഡോക്ടർ നമുക്ക് നൽകുന്ന സേവനം. പിന്നെ ബാങ്ക് ഓഫീസർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ലോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നടപ്പിലാക്കി തരിക എന്നതാണ് ബാങ്ക് ഓഫീസർ നമുക്ക് തരുന്ന സേവനം അഥവാ സർവീസ്. If we prepare a list of the goods and services we use daily, it will be a long one. All these goods and services are used to satisfy our wants, so we have to produce them. നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ ഒരു പട്ടിക തയ്യാറാക്കിയാൽ അത് ഒരുപാടുണ്ടാകും. ഈ സാധനങ്ങളും സേവനങ്ങളുമൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അത് ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. അത് ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിക്കണം, അതായത് പ്രൊഡ്യൂസ് ചെയ്യണം. വി ഹാവ് ടു പ്രൊഡ്യൂസ് സർവീസസ് ആൻഡ് ഗുഡ്സ്. If you like this video, please give a thumbs up and also subscribe our channel. See you guys in the next video. Till then, bye.